രാജ്യത്ത് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് SIR നടപടികൾ, അതായത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. രാജ്യത്ത് അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ തിടുക്കപ്പെട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നടത്തുന്നത്. അടുത്ത വർഷം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ സംസ്ഥാനത്തെ എല്ലാ BLOമാരും SIR നടപടികൾ പൂർത്തിയാക്കാൻ ഓടട ഓട്ടമാണ്. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് നടപടികൾ പൂർത്തിയാക്കേണ്ട അവസാന ദിവസം. രാജ്യവ്യാപകമായി SIR നടപ്പിലാക്കുന്നതിന്റെ രണ്ടാം ഘട്ടത്തിലാണ് കേരളം ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ളതിനാൽ പല BLOമാരും കഠിനമായ സമ്മർദ്ദത്തിലാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ സമ്മർദ്ദം താങ്ങാനാവാതെ ഒരു BLO ആത്മഹത്യ ചെയ്തു. കൂടാതെ പലരും ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട്. കുടുംബത്തെ ഓർത്തുകൊണ്ട് മാത്രമാണ് അവർ അതിന് മുതിരാഞ്ഞത്. എന്നാൽ കേരളത്തിൽ മാത്രമല്ല, ഗുജറാത്ത്, രാജസ്ഥാൻ, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലും ഇതേ സാഹചര്യം തന്നെ നിലനിൽക്കുകയാണ്. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ രാജ്യത്ത് നടന്നപ്പോഴും കേന്ദ്ര സർക്കാർ ഇവർക്കായി ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. എന്നാൽ BLOമാർക്കായി വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം SIR സമ്മർദ്ദത്തിൽ ആത്മഹത്യ ചെയ്തവരുടെയും കുഴഞ്ഞു വീണ് മരിച്ചവരുടെയും ചിത്രങ്ങൾ കോൺഗ്രസ് സമൂഹ മാധ്യമമായ എക്സിലൂടെ പുറത്തുവിട്ടിരുന്നു. SIR സമ്മർദ്ദം വധശിക്ഷയാകുമ്പോൾ ആരാണ് ഉത്തരവാദി എന്ന ചോദ്യത്തോടെയാണ് കോൺഗ്രസ് ചിത്രങ്ങൾ പുറത്തുവിട്ടത്. സത്യത്തിൽ ഈ ചിത്രങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ചോദ്യം തന്നെയാണ് കോൺഗ്രസ് ചോദിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR കൊണ്ട് ഉദ്ദേശിച്ചത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് മാറ്റുക എന്നാണെങ്കിൽ അതിന് ഒരു മനുഷ്യജീവന്റെ വിലയുണ്ടെന്ന് ഇതിലൂടെ കോൺഗ്രസ് വ്യക്തമാക്കുന്നു. രാവെന്നോ പകലെന്നോ ഇല്ലാതെയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി BLOമാർ ഇറങ്ങുന്നത്. എന്നാലും അവരുടെ മേലുള്ള സമ്മർദ്ദം വളരെ കൂടുതലാണ്. ഇത് താങ്ങാനാവാതെയാണ് പലരും ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുത്തത്. കോൺഗ്രസ് പുറത്തുവിട്ട വിവരപ്രകാരം ഇതുവരെ 14 BLOമാരാണ് സമ്മർദ്ദം താങ്ങാനാവാതെ രാജ്യത്തിന്റെ പല ഭാഗത്തായി ആത്മഹത്യ ചെയ്തത്. കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജും ഇതിൽ ഉൾപ്പെടുന്നു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കണ്ണടക്കുന്ന പല ചെറിയ കാര്യങ്ങളിൽ പോലും കോൺഗ്രസ് വളരെ ഉത്തരവാദിത്തത്തോടെ ഇടപെടുന്നു. കോൺഗ്രസ് എന്ന ജനകീയ പാർട്ടി മാത്രമാണ് നിലവിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്. അനീഷ് ജോർജിന്റെ മരണത്തിൽ CPMനും പങ്കുണ്ടെന്നും പറയപ്പെടുന്നു. കാരണം SIR ജോലികൾക്കായി അനീഷ് ജോർജ് കോൺഗ്രസ് പ്രവർത്തകനെ കൂടെ കൊണ്ടുപോയതിൽ CPM നേതാക്കൾ അനീഷിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിൽ ഭയന്നും SIR പ്രക്രിയയുടെ സമ്മർദ്ദം താങ്ങാനാവാതെയുമാണ് അനീഷ് ആത്മഹത്യ ചെയ്തതെന്ന് അനീഷിന്റെ കുടുംബം ആരോപിക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇടതുപക്ഷത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആരെയും ഭീഷണിപ്പെടുത്തി അവർ അവരുടെ വരുതിയിലാക്കും. സംസ്ഥാനത്ത് സർക്കാർ ജോലികൾ ചെയ്യുന്നവരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BLOമാരായി നിയമിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ BLOമാരുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ അയക്കണമെന്ന് സ്കൂളുകൾക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. NSS, NCC, സ്കൗട്ട്സ് എന്നിവയിലെ കുട്ടികളെയാണ് തഹസിൽദാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി കുട്ടികളെയും മരണത്തിലേക്ക് തള്ളിവിടാനാണോ ഉദ്ദേശം? പരീക്ഷാകാലമാണ് വരുന്നത്. ഇതിന്റെ പേരിൽ കുട്ടികളുടെ പഠിപ്പ് മുടക്കാൻ ഒരുക്കമല്ലെന്ന് അറിയിച്ച് അധ്യാപകർ രംഗത്തെത്തി. ഈ ആവശ്യപ്പെടലിലൂടെ BLOമാർ സമ്മർദ്ദത്തിലാണെന്ന് തെളിയുകയാണ്. പലരും ജോലികൾ തീർത്തുവെന്ന് വാദിക്കുമ്പോഴും അവർ ഒരുപാട് സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നറിഞ്ഞിട്ടും ഈ അവസാന നിമിഷമാണ് SIR നടപടികൾ നടത്തുന്നത്. ഇത് കുറച്ച് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എത്രയോ ജീവനുകൾ രക്ഷിക്കാമായിരുന്നു.